ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നു പോകുമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിൻ്റെ തൊട്ടടുത്ത ദിവസം മാധ്യമ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. തൻ്റെ സർക്കാർ ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്ന നയങ്ങളെക്കുറിച്ചും ജനോപകാരപ്രദമായ രീതിയിൽ ഏത് തരത്തിലുള്ള ഭരണമായിരിക്കും എന്നുള്ളതെല്ലാമായിരുന്നു അന്ന് മാധ്യമ സമ്മേളനത്തിൽ ശ്രീ വി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അതുപോലെ KSU പ്രവർത്തകരെയും എല്ലാം തന്നെയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴിയിലിട്ട് തല്ലിച്ചതച്ച രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ്, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കരിങ്കൊടി പ്രതിഷേധവുമായി പിണറായി വിജയൻ്റെ നവകേരള വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ജനാധിപത്യപരമായ രീതിയിൽ വളരെ സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ തലതല്ലി പൊളിക്കുന്ന കാഴ്ച, അതും അനധികൃതമായി. ഗൺമാന്മാർക്ക് ഒരു കാരണവശാലും VIP അടുത്ത് നിന്ന് മാറാനുള്ള റൈറ്റ് ഇല്ല, നിയമപരമായി അതിനുള്ള വ്യവസ്ഥയില്ല. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച വാഹനം കടന്നു പോയിട്ടും ഗൺമാന്മാർ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന് അനധികൃതമായി നിയമപരമല്ലാത്ത രീതിയിൽ മുളവടി കൊണ്ട്, ലാത്തി പോലെ തോന്നിക്കുന്ന വലിയ മുളവടി കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും KSU പ്രവർത്തകരുടെയും എല്ലാം തല തല്ലിപ്പൊളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ കരിങ്കൊടി പ്രയോഗം നടത്തി എന്നാണ് അന്ന് അവർ അതിന് വ്യാഖ്യാനം നൽകിയത്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും എല്ലാം തല തല്ലിപ്പൊളിച്ച ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്താവന നടത്തിയത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തല തല്ലിപ്പൊളിച്ച, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര കേരളത്തിൻ്റെ തെരുവീതിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. അത് ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ മറക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും മാത്രം ഞാൻ സംസാരിക്കുന്നുള്ളൂ എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതായത് ആ കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നവർക്ക്, അതിന് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്ക് 8ന്റെ പണി വരുന്നുണ്ട് എന്നുള്ള സന്ദേശമാണ് അന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയത്. അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത പോലീസുകാർക്കും ഗൺമാന്മാർക്കുമെതിരെയുള്ള കേസുകൾ ഊർജിതപ്പെടുത്തി ആലപ്പുഴ സെഷൻസ് കോടതി തന്നെ ഈ വിഷയത്തിൽ ഒരു ക്രൈം നടന്നിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ കാലത്ത് തന്നെ അന്ന് സർക്കാരിന് കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതിൽ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ പിണറായി വിജയൻ ആ കത്ത് പൂഴ്ത്തുകയായിരുന്നു. പിന്നീട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ കത്ത് പൊക്കിയെടുത്തുകൊണ്ടാണ് വി.ഡി. സതീശനും കൂട്ടരും ആ കേസിൽ അന്വേഷണം മുന്നോട്ട് പോയത്. അതിനുവേണ്ടി സേനയിലെ ഏറ്റവും ആദർശധീരരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് ഒരു SIT രൂപീകരിച്ചത്. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച SIT കൃത്യമായി തന്നെ വിവരങ്ങൾ കണ്ടെത്തുകയായിരുന്നു. കാരണം ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ഗൺമാന്മാർക്കെതിരെ അവർ കുറ്റം ചെയ്തിരിക്കുന്നു, ക്രൈം ചെയ്തിരിക്കുന്നു എന്ന് കോടതിക്ക് പോലും സമ്മതിക്കേണ്ടതായി വന്നു. കാരണം ഈ രക്ഷാപ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ, ഇന്നത്തെ MLA ആയ AD തോമസ് അടക്കമുള്ള ആളുകളുടെ തല തല്ലിപ്പൊളിക്കുന്നത് തത്സമയം ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടു, കോടതിയും അത് കണ്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ ആ വിഷ്വൽസ് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നാണ് പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും ഭാഗത്തു നിന്നുണ്ടായ വ്യാഖ്യാനം. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്നേ തന്നെ നടന്ന അന്വേഷണത്തിൽ അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ആ കേസ് ഡയറിയിൽ ചില തിരുത്തലുകൾ നടത്തി എന്നുള്ളതാണ് ADGPയുടെ ഓഫീസിലെ ചില ഗ്രേഡ് SIമാർ SITക്ക് മുന്നിൽ നൽകിയ മൊഴി. ADGP MR അജിത് കുമാർ ഇടപെട്ട് ആ കേസ് ഡയറി തിരുത്തി എന്നുള്ളതാണ്. നിരന്തരം ADGP MR അജിത് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഈ കേസിന്റെ പുരോഗതി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് പോലെ അതിൽ എഴുതിയാൽ മതി എന്നാണ് ഗ്രേഡ് SIമാർക്ക് ADGP MR അജിത് കുമാർ നിർദ്ദേശം നൽകിയത് എന്ന് ആ ഗ്രേഡ് SIമാർ SITക്ക് മുന്നിൽ മൊഴി നൽകി. കേസ് അന്വേഷണം, അതായത് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള SIT സംഘം ഇത് കൃത്യമായി അന്വേഷിച്ച് DGP റവാദ ചന്ദ്രശേഖരന് മുന്നിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ റിപ്പോർട്ട് DGPക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിന് കൈമാറും. ആഭ്യന്തര വകുപ്പിന് ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ നടപടി, ഇന്നല്ലെങ്കിൽ നാളെ
ADGP MR അജിത് കുമാർ തെറിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. SP ഷൗക്കത്ത് അലി കഴിഞ്ഞ ജൂൺ 23-ാം തീയതിയാണ് ഈ റിപ്പോർട്ട് DGP റവാദ ചന്ദ്രശേഖരന് സമർപ്പിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഏതാണ്ട് 20 ദിവസം കഴിഞ്ഞിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നടപടിയും DGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ADGP MR അജിത് കുമാറിനെതിരെ യാതൊരു തരത്തിലുള്ള വകുപ്പ് തല നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് DGPയുടെ ഓഫീസ് നൽകിയിരുന്ന വിശദീകരണം, വകുപ്പ് തല നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം, കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ADGP MR അജിത് കുമാർ കോടതിയിൽ പോകും, കോടതിയിൽ ഈ റിപ്പോർട്ട് തള്ളാൻ സാധ്യതയുണ്ട്, അതിൽ കുറ്റമറ്റ അന്വേഷണം വേണം എന്ന് കാണിച്ചുകൊണ്ട് DGP റവാദ ചന്ദ്രശേഖരൻ ആ റിപ്പോർട്ട് ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നു. കൂടുതൽ വ്യക്തത വരുത്തണം. അതായത് ADGP MR അജിത് കുമാർ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേസിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ചില സ്ഥാനങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത തനിക്ക് ആവശ്യമുണ്ട്. റിപ്പോർട്ടിൽ കുറച്ചുകൂടി വ്യക്തത തേടിക്കൊണ്ടാണ് DGP റവാദ ചന്ദ്രശേഖർ റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത്. SP ഷൗക്കത്ത് അലി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ രക്ഷാപ്രവർത്തകർ KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും തല്ലിച്ചതച്ച കേസിൽ ആ കേസ് ഡയറി തിരുത്തുന്നതിന് വേണ്ടി ADGP MR അജിത് കുമാറിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് SP ഷൗക്കത്ത് അലിയുടെ SIT ടീം രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് അജിത് കുമാറിന്റെ പേര് പരാമർശിക്കുന്ന ഇടങ്ങളിലെല്ലാം അജിത് കുമാറിന്റെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന ഇടങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത തേടിക്കൊണ്ടാണ് DGP റവാദ ചന്ദ്രശേഖർ ഈ റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത്. ഇവിടെ ചില കള്ളക്കളികൾ നടന്നതായി ചില ആളുകൾ ആരോപിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും നിരാശ തന്നെയാണ്. അതായത് ഫയർഫോഴ്സ് MD ഈ വരുന്ന 31-ാം തീയതി വിരമിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ തസ്തികയിലേക്ക് DGP ആയി ADGP MR അജിത് കുമാറിന് സ്വാഭാവികമായും സ്ഥാനക്കയറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സ്ഥാനക്കയറ്റം 31-ാം തീയതി ആണ്. അല്ലെങ്കിൽ 31-ാം തീയതി സ്ഥാനമൊഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ആ സ്ഥാനത്തേക്ക് DGP സ്ഥാനത്തേക്ക് ഉയരുവാൻ ADGP MR അജിത് കുമാറിന് സാധിക്കും. അങ്ങനെയെങ്കിൽ വരുന്ന 31-ാം തീയതി വരെ ഈ 31-ാം തീയതി വരെ ADGP MR അജിത് കുമാറിനെതിരെയുള്ള ഇത്തരം കേസുകൾ നിർത്തിവെക്കുക, അന്വേഷണം നീട്ടിവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ DGP റവാദ ചന്ദ്രശേഖരൻ ഈ റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത് റിപ്പോർട്ട് അന്വേഷിച്ച് കണ്ടെത്തി സമർപ്പിക്കപ്പെടുമ്പോഴേക്കും 31-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴേക്കും ADGP MR അജിത് കുമാർ DGP ആയി സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ടാകും. അതുവരെ ADGP MR അജിത് കുമാറിന്റെ DGP സ്ഥാനക്കയറ്റം വരെ ഈ കേസ് മരവിപ്പിച്ചു വയ്ക്കുക. ADGP MR അജിത് കുമാറിന്റെ DGP സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ, അതായത് ADGP MR അജിത് കുമാറിന്റെ DGP ആകാനുള്ള സ്ക്രീനിംഗ് റിപ്പോർട്ട് DGPക്ക് മുന്നിൽ വരുന്നത് വരെ ADGP MR അജിത് കുമാറിനെതിരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് മരവിപ്പിക്കുക, ആ അന്വേഷണം നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് തിരിച്ചയച്ചിരിക്കുന്നത് എന്നാണ് ഒരു കിംവദന്തി പരക്കുന്നത്. 31-ാം തീയതിക്ക് ശേഷം റിപ്പോർട്ട് കൈ കിട്ടുമ്പോഴേക്കും ADGP MR അജിത് കുമാർ DGP ആയി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ADGP MR അജിത് കുമാറിനെ DGP ആക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചില നാടകങ്ങൾ അണിയറയിൽ നടന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയായതിൻ്റെ തൊട്ടടുത്ത ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞ ആ പ്രസ്താവനയ്ക്ക് എന്ത് വിലയാണുള്ളത് എന്നാണ് ഇപ്പോൾ ചോദിക്കപ്പെടുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചു എന്നുള്ള ഒരു കേസ് മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ സമാധാനപരമായ രീതിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിക്കുവാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അതൊരു സമരമുറ തന്നെയാണ്. ആ സമരമുറ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നയവൈകല്യങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടി കാണിച്ച പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക, പ്രതിപക്ഷ നിരയിലുള്ള ആളുകളുടെ ശബ്ദമില്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഈ രക്ഷാപ്രവർത്തനമാണ് അവിടെ ഏറ്റവും വലിയ ക്രൈം. അല്ലാതെ 1-2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിപ്പൊളിച്ചു എന്നുള്ള കേസ് മാത്രമല്ല ഇതിന് ഗൗരവം പകരുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ അടിച്ചമർത്തുന്ന ഒരു പ്രക്രിയയാണ് അവിടെ കണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഈ SP ഷൗക്കത്ത് അലി അന്വേഷിച്ച് റിപ്പോർട്ട് SITയുടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിന്മേൽ DGP എത്ര ദിവസം കൊണ്ട് തീരുമാനം കൈക്കൊള്ളണം എന്നുള്ളത് അവിടെ നിഷ്കർഷിക്കപ്പെടുന്നില്ല. DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ട് 20 ദിവസം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് SP ഷൗക്കത്ത് അലി സമർപ്പിച്ച
റിപ്പോർട്ടിന്മേൽ ഇത്ര ദിവസം കൊണ്ട് DGP നടപടിക്രമങ്ങൾ പാലിക്കണം എന്നുള്ളതൊരു നിബന്ധന വച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ DGP ആ റിപ്പോർട്ടുകൾ ഷൗക്കത്തലിക്ക് അല്ലെങ്കിൽ SITക്ക് തിരിച്ചയച്ചിരിക്കുന്നു. SIT വീണ്ടും പുനരന്വേഷണം നടത്തി ADGP അജിത് കുമാറിന്റെ ഇടപെടലുകളെ കുറിച്ചുള്ള ഭാഗങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ട് വീണ്ടും DGP പരിശോധിച്ച് DGP ആ റിപ്പോർട്ട് ഇനി ആഭ്യന്തര വകുപ്പിലേക്ക് ആര് മുഖാന്തരമാണോ കൈമാറുന്നത് അങ്ങനെ ആഭ്യന്തര വകുപ്പിൽ ആ റിപ്പോർട്ട് എത്തി അതിനുശേഷം നടപടിക്രമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര ദിവസത്തിനുള്ളിൽ വേണം എന്നുള്ളൊരു നിബന്ധന ഇവിടെ വച്ചിട്ടില്ല. അതിവേഗം എന്നുള്ള ഒരു നിബന്ധന ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇനി ഷൗക്കത്തലി ഈ കേസ് അന്വേഷിച്ച് SIT കേസ് അന്വേഷിച്ച് അജിത് കുമാറിന്റെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴേക്കും 31-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടാവും. ADGP ആയി MR അജിത് കുമാറിന് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയാണ് ഈ കേസ് ഇത്രത്തോളം നീട്ടി കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ മുൻകാല സർക്കാരിന്റെ കാലത്ത്, അതായത് പിണറായി വിജയൻ 2 വട്ടം കേരളം ഭരിക്കുമ്പോൾ പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്ത തൃശ്ശൂർ പൂരം വരെ കലക്കി BJPക്ക് കേരളത്തിൽ നിന്നും ഒരു ലോകസഭാ അംഗത്തെ വരെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ചരടുവലികൾ നടത്തിയെന്ന ആരോപണം ഉന്നയിക്കുന്ന ADGPക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും എല്ലാം തല തല്ലിപ്പൊളിച്ച കേസ് ഡയറി തിരുത്തുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്ത് ADGPക്കെതിരെ ഒരു നടപടികൾ കൈക്കൊള്ളാതെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുമെല്ലാം ADGP MR അജിത് കുമാറിന് DGP ആകാനുള്ള അവസരം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ തന്നെ വലിയ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു, വലിയ പുകമറ സൃഷ്ടിച്ചിരിക്കുന്നു. VD സതീശൻ എന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുമെല്ലാം ഇതിന് മറുപടി പറയേണ്ടതായി വരും. തീർച്ചയായും അന്ന് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം പിറ്റേ ദിവസം നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞത് വെറുതെയായിരുന്നോ എന്നുള്ളതിലെല്ലാം VD സതീശൻ മറുപടി നൽകേണ്ടതായി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ആഭ്യന്തര വകുപ്പിലേക്ക് DGP റവാദ ചന്ദ്രശേഖരൻ ഷൗക്കത്ത് അലിയുടെ റിപ്പോർട്ട് കൈമാറിയില്ല, പകരം ആ റിപ്പോർട്ട് തിരിച്ചയച്ചിരിക്കുന്നു. ADGP MR അജിത് കുമാറിന്റെ ഇടപെടലുകളെ കുറിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ചുള്ള ഭാഗത്ത് കൂടുതൽ വ്യക്തത വേണം. അല്ലെങ്കിൽ ADGP MR അജിത് കുമാർ വകുപ്പ് തല നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്താൽ സർക്കാരിന് നാണക്കേടാകും എന്ന് കാണിച്ചുകൊണ്ട്, ആഭ്യന്തര വകുപ്പിന് നാണക്കേടാകും എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ DGP റവാദ ചന്ദ്രശേഖരൻ ആ റിപ്പോർട്ട് മടക്കി അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് തീർച്ചയായും അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്തായാലും 31-ാം തീയതിക്കകം തന്നെ ഈ വീണ്ടും പുനരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ADGP MR അജിത് കുമാർ DGP ആയി പ്രൊമോഷൻ ലഭിക്കും എന്നുള്ളതിനും തർക്കമില്ല. എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.